ഇതൊരു അംഗൻവാടിയാണ് കേട്ടോ. അതായത് ഞാനിപ്പോൾ വെസ്റ്റ് ബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ ചക്ല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ബംഗാൾ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടോ അംഗൻവാടിയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇത്ര ഉള്ളൂ കേട്ടോ. സൗകര്യങ്ങളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്ന പരിപാടിയൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. കുട്ടികൾ ഇവിടെ വരും, കണ്ടോ ഇങ്ങനെ ഒരു ഭക്ഷണം അവർക്ക് കിട്ടും. അതായത് ചോറും പച്ചക്കറിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ഫുഡാണ്. പിന്നെ ഒരു പുഴുങ്ങിയ കോഴിമുട്ടി. കുട്ടികൾ ഇങ്ങനെ വലിയ വലിയ പാത്രങ്ങൾ കൊണ്ട് വന്നിട്ട് ഈ ഭക്ഷണം വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകും. വരുന്ന കുട്ടികളുടെ പുറത്തൊക്കെ ഓരോ ബാഗൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇവിടെ വേറൊരു ആക്ടിവിറ്റി നടക്കുന്നില്ല കേട്ടോ. കണ്ടോ ഇതാണ് ഇവിടുത്തെ ഒരു അംഗനവാടിയുടെ ഒരു സ്ട്രക്ചർ. നമസ്കാരം. CPM ഇല്ലെങ്കിൽ ഇന്ത്യയിൽ വികസനം ഉണ്ടാകില്ലായിരുന്നു. അവർ തന്നെ എപ്പോഴും തള്ളിമറിക്കുന്ന ഒരു പ്രസ്താവനയാണിത്. CPM ഉള്ളത് കൊണ്ടാണ് അത് വന്നത് ഇത് വന്നത്, ഇല്ലെങ്കിൽ കാണാമായിരുന്നു. അങ്ങനെ പോകും കമ്മികളുടെ തള്ളുകൾ. എന്നാൽ കമ്മ്യൂണിസ്റ്റുകൾ 35 വർഷം ഭരിക്കുകയും യൂറോപ്യൻ നിലവാരത്തിലെത്തിച്ച ഒരു ബംഗാളിലെ അംഗൻവാടിയുടെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണണോ? നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക്. ഇതൊരു അംഗൻവാടിയാണ് കേട്ടോ. അതായത് ഞാനിപ്പോൾ വെസ്റ്റ് ബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ ചക്ല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ബംഗാൾ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടോ അംഗൻവാടിയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇത്ര ഉള്ളൂ കേട്ടോ. സൗകര്യങ്ങളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്ന പരിപാടിയൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. കുട്ടികൾ ഇവിടെ വരും, കണ്ടോ ഇങ്ങനെ ഒരു ഭക്ഷണം അവർക്ക് കിട്ടും. അതായത് ചോറും പച്ചക്കറിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ഫുഡാണ്. പിന്നെ ഒരു പുഴുങ്ങിയ കോഴിമുട്ടി. കുട്ടികൾ ഇങ്ങനെ വലിയ വലിയ പാത്രങ്ങൾ കൊണ്ട് വന്നിട്ട് ഈ ഭക്ഷണം വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകും. വരുന്ന കുട്ടികളുടെ പുറത്തൊക്കെ ഓരോ ബാഗൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇവിടെ വേറൊരു ആക്ടിവിറ്റി നടക്കുന്നില്ല കേട്ടോ. കണ്ടോ ഇതാണ് ഇവിടുത്തെ ഒരു അംഗനവാടിയുടെ ഒരു സ്ട്രക്ചർ. ഇതാണ് 35 വർഷം, കുറച്ച് വർഷമല്ല 35 വർഷം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച ബംഗാളിലെ അവസ്ഥ. എന്നിട്ടാണ് ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു, ഞങ്ങൾ ഭരിച്ച സംസ്ഥാനത്തേക്ക് നോക്കൂ എന്നിങ്ങനെ ഇവർ തള്ളിമറിക്കുന്നത്. എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച സ്ഥലങ്ങളിൽ പോയി നോക്കിയാൽ മാത്രമേ എന്ത് വികസനമാണ് ഇവർ ചെയ്തതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതേസമയം കമ്മ്യൂണിസ്റ്റുകാർ എന്തിനൊക്കെ എതിരെ സമരം ചെയ്തിട്ടുണ്ടോ അതെല്ലാം കേരളത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇവർ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു. എന്നാൽ ഇപ്പോൾ ഏതെങ്കിലും മന്ത്രിമാർ തങ്ങളുടെ ഓഫീസിൽ ഇത് പറഞ്ഞ ആളാകട്ടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ സംഭവം ഇത്രയേ ഉള്ളൂ. കമ്മികൾ എന്തിനൊക്കെ എതിരെയാണ് എതിർത്തത് അതൊക്കെയാണ് ഇവിടെ നടപ്പിലായിട്ടുള്ളത്. എന്താണോ ഇവർ നടപ്പിലാക്കുമെന്ന് പറഞ്ഞത് അതാണ് കേരളത്തിൽ ഇതുവരെ നടപ്പിലാക്കാത്ത വികസനവും. 35 വർഷം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച ബംഗാളിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇവർക്ക് ഇനിയും തുടർ ഭരണം കേരളത്തിൽ നൽകണമോ എന്ന് ജനങ്ങൾ ചിന്തിക്കുക. വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്.